ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. സ്നേഹം പങ്കിടാ ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാ ഈ പീലാസയിൽ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ ആണ്ടുവട്ടത്തിലെ 34ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഈ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയോടുകൂടി നേരുകയാണ്. യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ രാജാവായി നമ്മുടെ ജീവിതത്തിൽ വാണരുളുവാൻ, അവിടുത്തെ തിരുഹിതത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും രാജാതിരാജനായ യേശുനാഥൻ സഹായിക്കട്ടെ. അതിനുള്ള എല്ലാ കൃപാവരങ്ങളും നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ രാജാതിരാജനായി
വാണരുളുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. അവിടുത്തെ നന്മ അനുഭവിച്ചുകൊണ്ട്, ആ നന്മ പങ്കുവെച്ചുകൊണ്ട് അനുദിനം നന്മയിൽ വളരുക എന്നത് മാത്രമാണ്. നന്മയുടെ പങ്കുവെക്കലിൻ്റെ, സ്വയംദാനത്തിൻ്റെ, ആത്മബലിയുടെ വിശുദ്ധ ബലിക്കായിട്ടാണ് നമ്മളിപ്പോൾ അണഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കാരുണ്യം, നമുക്ക് ദാനമായി നൽകുന്ന കൃപാവരങ്ങൾ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങളായി ജീവിക്കുവാൻ, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി വളരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഇവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ വിശുദ്ധ ബലിയെ യഥായോഗ്യം അർപ്പിക്കുവാൻ നമ്മളെത്തിനൊരുക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യാം. അവിടുത്തെ മുമ്പിൽ നമ്മുടെ തെറ്റുകളും കുറവുകളും നമുക്ക് പശ്ചാത്തലത്തോടുകൂടി ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ,
ലോകത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രന് സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി ഉദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനനാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വഴങ്ങേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനമാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 25, 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു: മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ.
എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യ ജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ തിരുവചനങ്ങൾ നമ്മുടെ പാപങ്ങളെ കറന്നേക്ക് ശുദ്ധീകരിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശുനാഥൻ്റെ രാജ്യത്വ തിരുനാളിൽ നമുക്കായി നൽകിയിരിക്കുന്ന ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് മഹത്വത്തോടെ അന്തിമ നാളിൽ വിധിക്കുവാനായി കടന്നു വരുമ്പോൾ അവിടുത്തെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരെ തൻ്റെ വലത്തുഭാഗത്തുള്ളവരെ ചെമ്മരിയാടുകളെയും കോലാടുകളെന്ന പോലെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് അവിടുന്ന് വേർതിരിച്ചുകൊണ്ട് വലതുഭാഗത്തുള്ളവരോട് പറയുന്നു, നിങ്ങൾ അനുഗ്രഹീതരാണ്. ലോകസ്ഥാപനത്തിന് മുന്നിൽ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം നിങ്ങൾ അവകാശപ്പെടുക. മറുഭാഗത്ത് ഇടതുഭാഗത്തിരിക്കുന്നവരോട് അവിടുന്ന് അവരെ തിരസ്കരിക്കുകയാണ്. നിത്യ അഗ്നിയിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. എന്തിൻ്റെ വെളിച്ചത്തിലാണ് നീതിമാനായ കർത്താവ് തൻ്റെ അന്തിമനാളിൽ ആ മഹാപ്രതാപത്തിലേക്ക്, രാജ്യത്വത്തിൻ്റെ മഹാപ്രതാപത്തിൽ കടന്നു വരുമ്പോൾ അവരെ വിധിക്കുന്നത്? അവിടുന്ന് വളരെ ലളിതമായ കാര്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എളിയ സഹോദരനിലൂടെ വിശക്കുന്നവരും ദാഹിക്കുന്നവരും പരദേശിയും നഗ്നരും രോഗിയും തടവറയിലൊക്കെ ആയി കടന്നു വന്നപ്പോൾ നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ഭക്ഷണവും ദാഹിച്ചപ്പോൾ വെള്ളവും പരദേശിയായിരുന്നപ്പോൾ സ്വീകരണവും അതുപോലെ തന്നെ നഗ്നനായിരുന്നപ്പോൾ എന്നെ വസ്ത്രവും രോഗിയായിരുന്നപ്പോൾ ശുശ്രൂഷയും
തടവറയിലിരുന്നപ്പോൾ സന്ദർശനവും നൽകി. ഈ എളിയ സഹോദരങ്ങളിൽ നിങ്ങൾ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങളിൽ അവർ നൽകുന്നതിലൂടെ അവർ അനുഗ്രഹീതരായി തിരഞ്ഞെടുക്കപ്പെടുന്നു. മറുഭാഗത്ത് ഈ 6 കാര്യങ്ങൾ വീണ്ടും അവർ നൽകാതിരുന്നത് കൊണ്ട് അവർ വേർതിരിക്കപ്പെടുകയാണ്. അവർ നിത്യനാശത്തിലേക്ക്, ശിക്ഷയിലേക്ക് അവർ എറിയപ്പെടുകയാണ്. ഇപ്പം നൽകുക എന്നുള്ള ഒരു വലിയ പ്രവൃത്തിയാണ് ഇവിടെ വിധിക്കായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നൽകുക എന്ന ഒരു പ്രവൃത്തി ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് ഈ വിധി നാളിൽ കർത്താവ് എടുക്കുന്നത്? കാരണം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നമുക്കായി നൽകുവാൻ മാത്രം. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് അവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നത് തൻ്റെ ഏക മകനെ ഈ ഭൂമിയിലേക്ക് നമുക്കായി നൽകിക്കൊണ്ടാണ്. അതാണ് ഏറ്റവും വിശിഷ്ടമായ പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം. പൂർണ്ണമായും തൻ്റെ മകനെ നമുക്കായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ മകന് നൽകുന്ന ആ സ്നേഹം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം എല്ലാ ദൈവികമായ സമ്പത്തും സമ്പന്നതയും അവിടെ നിന്ന് നമുക്കായി നൽകിയിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളും, എല്ലാ കൃപകളും, എല്ലാ ശക്തികളും ദൈവപിതാവ് നമുക്ക് നൽകുകയാണ്. ഈ നൽകുന്ന ഒരു പ്രവർത്തനമാണ് ദൈവപിതാവ് കാണിക്കുന്നത്. ഈ ഭൂമിയിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നതും മറ്റൊന്നുമല്ല, ഈ നൽകുന്ന ഒരു സുവിശേഷമാണ്. തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് തന്നിരിക്കുന്നത്. യേശുനാഥൻ ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ പൂർണ്ണമായി നൽകുന്ന ആ ഒരു മാതൃക അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് നൽകുകയാണ്. കുർബാന അവിടുന്ന് സ്ഥാപിക്കുകയാണ്. തൻ്റെ ജീവൻ നമുക്കായി ബലിയർപ്പിക്കുകയാണ്. നൽകുന്ന ആ ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചത്. തന്നെ മുറിച്ച് നൽകുന്ന സ്നേഹം. യേശുവിൻ്റെ മുറിപ്പാടുകൾ, അവിടുത്തെ തിരുവിലാവ്, ഇതെല്ലാം നമുക്കായി പൂർണ്ണമായും മുറിക്കപ്പെട്ടിട്ടുള്ള അടയാളമാണ്. ആ സ്നേഹത്തിൻ്റെ വലിയ ആഴമായ അടയാളങ്ങളാണ് മുറിക്കപ്പെട്ട അവിടുത്തെ ഹൃദയവും അല്ലെങ്കിൽ കരങ്ങളും പാർശ്വങ്ങളും എല്ലാം. ദൈവത്തിൻ്റെ ആഴമായ സ്നേഹമാണ്, നൽകുന്ന സ്നേഹം. കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ അന്തിമമായി പറഞ്ഞതും, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമർപ്പണമാണ് നൽകുന്നതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത. തൻ്റെ ആത്മാവിനെ ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നൽകുന്ന പ്രവർത്തനം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. ഈ നൽകുന്ന പ്രവർത്തനത്തിൽ നമ്മളും വളരുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിലേക്ക് നമ്മളും സ്വീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്നത്. എപ്രകാരമാണ് ഞാൻ എന്നെ തന്നെ എൻ്റെ സഹോദരങ്ങളിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ പല വിധത്തിൽ
ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, എന്നെ തന്നെ നൽകുമ്പോൾ, ഒരുപക്ഷെ ഒരു കപ്പ് വെള്ളമായിരിക്കും, ഒരു കഷ്ണം ഒപ്പമായിരിക്കും. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആ സ്നേഹത്തിൽ എന്നെ തന്നെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ, കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, അവൻ്റെ രാജ്യം, അവൻ്റെ സ്നേഹത്തിൽ എന്നിലും നിറയുകയാണ്. ഞാൻ ആ സ്നേഹ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എന്നെ തന്നെ കുറേയും കൂടി ഞാൻ നൽകുകയാണ്. അപ്പോൾ നൽകാതിരിക്കുന്നതിലൂടെ ഒരുപക്ഷെ അവർ വലിയ അക്രമികളോ തിന്മകൾ പ്രവർത്തിച്ചവരോ വഹിക്കുകയില്ല. പക്ഷേ സ്വസഹോദരങ്ങളുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് സ്വയം നൽകുവാൻ സാധിക്കാതെ പോയ വലിയ ഒരു തെറ്റിനെ ആണ് അവരെ ആ സ്വർഗരാജ്യത്തിൽ നിന്നും പുറന്തള്ളപ്പെടുവാൻ കാരണമായത്. ഈ നൽകുന്ന സുവിശേഷം ഉൾക്കൊണ്ടുകൊണ്ട് പങ്കുവയ്ക്കുവാൻ നമ്മളെ തന്നെ, നമ്മുടെ സ്വാർത്ഥതയല്ല, നമ്മുടെ ഉദാസീനതയല്ല, മറ്റുള്ളവരുടെ വേദനകളിലുള്ള നിസ്സംഗതയല്ല, അവരോടൊപ്പം ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് കരുണ പങ്കുവയ്ക്കുവാൻ, നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവരാജ്യത്തിന് നമ്മൾ ഓരോരുത്തരും വളരുവാനായിട്ടും അതിൽ ഭാഗഭാക്കുവാനായിട്ടും സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. കർത്താവും ജീവിതദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമുക്ക് വേണ്ടി സ്വർഗരാജ്യമൊരുക്കി കാത്തിരിക്കുന്ന സർവശക്തനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ എളിയ പ്രാർത്ഥനകളും യാചനകളും നമുക്ക് സമർപ്പിക്കാം. രാജാതിരാജനായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ ആത്മാവിനാൽ വഴി നടത്തണമെന്നും തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ സ്വർഗോന്മുഖരായി വളർത്തുവാൻ വേണ്ട ആത്മശരീര നന്മകളാൽ നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവമേ, അങ്ങയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളിൽ അങ്ങേ തിരുമുഖം ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അങ്ങേ പ്രജകൾക്കൊത്ത വിധം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൂതന്മാരായി വർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവവും കാത്തുപാലിക്കുന്ന ദൈവമേ, എല്ലാ രോഗരാഷ്ട്രങ്ങളെയും
അവയുടെ ഭരണാധികാരികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ അങ്ങേ രാജ്യത്തിൻ്റെ സമാധാനം ജനഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നവരായി എല്ലാ ഭരണാധികാരികളെയും മാറ്റണമെന്നും ലോകസമാധാനത്തെ തകർക്കുന്ന എല്ലാ ദുഷ്പ്രവണതകളെയും നിർവീര്യമാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹരാജ, എന്നും ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച സ്വയം വിനീതനായ അങ്ങേ പ്രിയപുത്രന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളും സ്വയം ശൂന്യരാക്കി പരിപൂർണ സമർപ്പണത്തിലൂടെ ദൈവമക്കൾക്ക് അനുസൃതമായ സ്വാതന്ത്ര്യത്തിൽ വളരുവാനും അങ്ങേ രാജ്യത്തിൽ നിത്യം ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യ ജീവനായ ദൈവമേ, ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരുടെ മേൽ കരുണ തോന്നണമേ. അവരുടെ എല്ലാ പാപക്കടകളും പുറത്ത് സ്വർഗത്തിൽ അങ്ങയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടരായി ആകുവാനും പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടുമൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുവാനുള്ള ഭാഗ്യം അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുറിവേറ്റതിനെ വെച്ചുകെട്ടുകയും ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങേ പ്രിയമക്കളായ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സദയം സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായണയുന്നു. ഓരോ ബലിയിലും തകരുന്നു നീ അളവില്ല സ്നേഹമാ. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായണയുന്നു. സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവോദന നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്കർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ
അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതോ ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, നിത്യപുരോഹിതനും സർവലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ടങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ തന്നെ കുരിശിന്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തന്റെ അധികാരത്തിൻ കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിന്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടൊന്നു ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവശക്തിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ
പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുള്ളതുകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേ
ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിലും ആയിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയെ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരികെ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലം കാതോർക്കു നിൽക്കുന്നവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തു നിൽക്കുന്നവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സ്വർഗസിയൂന്റെ ആനന്ദമേ, സ്നേഹസൂര്യന്റെ പ്രിയമാത നീ. സ്വർഗസിയൂന്റെ ആനന്ദമേ, സ്നേഹസൂര്യന്റെ പ്രിയമാത നീ. താഴെ മണ്ണിൽ കീഴുമെൻ
കണ്ണുനീർ കാണേണമേ. സുസ്തി മരിയേ സ്വർലോകറാണി, സ്വസ്തി മരിയേ സ്വർലോകറാണി, ഹാ 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 ഹാ. കാരുണ്യം തൂകുന്നൊരമ്മേ, മരിയേ നീ എൻ്റെ ആനന്ദമല്ലോ. അമലേ സ്നേഹത്തിൻ സംഗീതമായി അഴകേ മനസ്സിന്റെ വാനിൽ നീ വായോ. നിരതം വാനദൂതൻ രാജ്ഞിയാണു നീ, വാനദൂതൻ രാജ്ഞിയാണു നീ. പുലർക്കാല താരവും നീയേ, പ്രാണന്റെ താളവും നീയേ. പുലർക്കാല താരവും നീയേ, പ്രാണന്റെ താളവും നീയേ. റോസ 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 മാതാവേ, റോസ റോസ റോസ